ചങ്ങായിമാരെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ജോലീൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് ഇൻ്റർവ്യൂ ആയിട്ടൊക്കെ ഇതിൻ്റെയൊക്കെ പണിയൊക്കെ കിട്ടിയിട്ടേനും ഉണ്ടായത്. അതുകൊണ്ട് കൈയൊക്കെ ചെറിയ പണിയായതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇപ്പം തന്നെ വീഡിയോ ഇവിടെ ഒരു മരത്തിൻ്റെ ഭാഗത്ത്, ഒരു കട്ടിലേൻ്റെ ഭാഗത്ത് ചെരിച്ച് വെച്ചിട്ടാണ് ഇവിടെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ന്യൂസ് കണ്ടു, വളരെ വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ആദ്യം ഉണ്ടായ സംഭവത്തിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിന് ഇതേപോലെയുള്ളവർ വീണ്ടും വരുന്നു. കാരണം ഒരു മടിയും കൂടാതെ മറ്റുള്ളവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങുന്നില്ല, കച്ച കെട്ടിയിട്ട് ഇറങ്ങുന്ന ടീമുകളുണ്ട്. എന്തും നടക്കട്ടെ എന്നുള്ള രീതിക്ക്. കാരണം ആരുടെ ഭാഗത്താണോ നിയമാനുകൂലം അവരെന്ത് കളി വേണ്ടിയും കളിക്കും. കാരണം പിടിക്കപ്പെടുകയില്ല, തല്ലുകൊള്ളില്ല, ജയിലിലും കിടക്കില്ല, അറസ്റ്റും ചെയ്യൂല. അതാണ് പകുതി മുക്കാളുടെ ആൾക്കാരുടെയും അഹങ്കാരവും ധാർഷ്ട്യവും. ഇത് സംഭവം എന്ന് വെച്ചാൽ ആ ഒരു പെണ്ണ് വീഡിയോ കൊണ്ട് ആ ബസ്സിൽ നിന്ന് ഇങ്ങനെ എന്താ പറയണ്ടേ ഒരു ഷോട്ട് ഞാൻ ആദ്യം കണ്ടേരം വിചാരിച്ച, ആ വീഡിയോ കണ്ടേരം വിചാരിച്ച വ്ളോഗ് ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന നാട്ടിലേക്ക് പോയിട്ട് ബസ്സിലുള്ള കാഴ്ചകൾ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇതൊരു ആണുങ്ങൾക്ക് കൊടുക്കുന്ന പണിയാന്നുള്ളതല്ലേ അതിനുശേഷം വന്നത്. എന്തൊരു ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാ നിങ്ങൾക്കൊക്കെ. നിങ്ങളിങ്ങനെ കളിച്ചു കൂട്ടുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പെൺകുട്ടികളുടെ കാര്യം കൂടിയാണ് അവതാളത്തിൽ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരിനി ഒരു ഫോൺ എടുത്തിട്ടൊന്ന് വിളിക്കാനോ ഫോണൊന്ന് പൊക്കി നോക്കിയാലോ ഇനി ഒരാളും അടുത്തിരിക്കില്ല, എല്ലാവരും അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളും അതേപോലെയുള്ള യാത്ര ചെയ്യുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, എല്ലാവർക്കും പോകണം. നിങ്ങളെ മുട്ടണ്ട തട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തും എന്ത് ഇതിനൊക്കെ എന്നാ പറയേണ്ടത്? എങ്ങനെയായാലും ഈ ബസ്സുകളിലൊക്കെ കയറുമ്പോൾ ചെറുങ്ങനെ ഒന്ന് മുട്ടിപ്പോവുകയൊക്കെ ചെയ്യും. കണ്ടക്ടർ തന്നെ പറഞ്ഞിട്ടാണ് എല്ലാവരും മുന്നോട്ട് നിൽക്കുന്നത്, പെൺപിള്ളേരുടെ ഭാഗത്തേക്ക്. എന്നാലും ഇവരോട് പറയണം, കണ്ടക്ടറോട് മാക്സിമം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇനി മുന്നോട്ട് പോയിട്ട് നിൽക്കാൻ പാടില്ല, ആണുങ്ങൾ മുന്നോട്ട് പോയിട്ട് നിൽക്കാൻ പാടില്ല. ഇത്രയും തിരക്കുള്ള ബസ്സുകളിലൊന്നും ഇനി ആരും കയറാൻ പാടില്ല. എന്താണ് ഇവിടെ എന്നാ പറയണ്ടേ, ഈ ആത്മഹത്യ ചെയ്യാനും എന്നാ പറയണ്ടേ ജയിലിൽ കിടക്കാനൊക്കെ ആണുങ്ങൾ ഉണ്ട്. ആണുങ്ങളെ അങ്ങനെ ബലിയേടാക്കിയിട്ട് എന്തും ചെയ്യാന്നുള്ള ഒരു അഹങ്കാരം ഇവർക്ക് വന്നുപോയി. ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അതേ കണ്ടൻറ്റ് വെച്ചിട്ട് തന്നെ വേറെ ഒരാളിത് ഇറക്കുമെന്ന് പറഞ്ഞാൽ അതിൽപ്പര അഹങ്കാരവും എന്നാ പറയണ്ടേ, അതിൽപ്പര റിവെഞ്ചും വേറെ ഏതാ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഒരു ബസ്സിൽ മുന്നോട്ട് പോയിട്ട് നിന്നാലുള്ളൊരവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. 40 രൂപ കൊടുത്തിട്ട് എന്താ പറയണ്ടേ, മനുഷ്യൻ്റെ 40 കഴിക്കേണ്ട അവസ്ഥയാണ് ഇപ്പം വരുന്നത്.